നന്ദി കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തിന് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ദൈവാത്മാവിന്റെ വലിയ നന്മകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയാം. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യട്ടെ. ഇന്ന് നമുക്ക് ലേറ്റ് ആയിട്ടാണ് പ്രാർത്ഥന. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് അന്യഭാഷാ പ്രാർത്ഥന ഇല്ലാഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുവാൻ മുൻനിരയിലേക്ക് കയറി വരണം. കാരണം ഇന്ന് എനിക്ക് ആലോചിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു യാത്രയിലായിരുന്നു. എത്തിപ്പെടാൻ പറ്റുന്ന വെച്ചാൽ ലേറ്റ് ആകുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് അന്യഭാഷ വെക്കാഞ്ഞത്. ഈ ദിവസങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ വരുമ്പോൾ തന്നെ അന്യഭാഷ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ആളുകൾ ഇങ്ങനെ മ്യൂട്ട് മാറ്റി വർത്തമാനം പറയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓണാക്കി വെക്കാഞ്ഞത്. അപ്പം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുൻനിരയിലേക്ക് സഹോദരങ്ങൾ കയറി വരിക. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നത്. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിൽ വചനത്തെ അയച്ച് സൗഖ്യം വരുത്തണം. വചനം ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. നമ്മൾ കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് ഒരു പരിച പോലെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൊണ്ടുവരണം. ആമേൻ. നമുക്ക് പിന്നെയും ദൈവവചനത്തിലൂടെ, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ വരുന്ന അന്ത്യകാലഘട്ടം, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം, ലോകമെമ്പാടും പല രാജ്യത്തായിരിക്കുന്നവർ, സുവിശേഷത്തിന് വിരോധമായിരിക്കുന്ന സകല പട്ടണങ്ങളിലും സകല രാജ്യത്തും നമുക്ക് കർത്താവിൻ്റെ ശക്തിയിൽ നമുക്കൊരു ഡിഫെൻസീവ് സിസ്റ്റത്തെ ഉണ്ടാക്കണം. ഡിഫെൻസീവായിട്ടുള്ള ഒരു പരിച വിശ്വാസികൾ തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കണം. യൂട്യൂബിലും മറ്റ് ലൈവിലും കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രയറിലോട്ട് പ്രവേശിക്കാനുള്ള ലിങ്ക് അവിടെയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുന്നത് പോലെ തന്നെ, ഇന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയിലൂടെ കർത്താവിൻ്റെ പ്രവർത്തികൾ നടക്കും. അപ്പം ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് യേശുവിലായിരിക്കുന്ന എൻ്റെ ജീവിതം ഒരു വിശ്വാസ ജീവിതമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ തന്നെ ഒരു പരിച നമ്മൾ നിർമ്മിച്ചെടുക്കണം. ഒരു വാക്ക് ഞാൻ വേഗത്തിലെടുക്കാൻ ഞാൻ ഇന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ അകത്ത് അവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ആ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ശ്രദ്ധിച്ചോണേ, യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു: ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. ഈ വചനം ശ്രദ്ധിച്ചോണേ. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ വായിക്കാൻ പറ്റും. അവിടെ 12 മുതൽ പറയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ശ്രദ്ധിച്ചോണേ, എഫേസ്യ ലേഖനം നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത്
ആത്മമണ്ഡലം അഥവാ സ്പിരിച്വൽ വേൾഡ് ഒരു ഗ്യാപ്പ് നോക്കി നിൽക്കുകയാണ്. ആമേൻ. നോക്കി, ഈ വാക്ക് കണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, അവന്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. ആമേൻ. അതുകൊണ്ട് ദുർദിവസത്തെ എതിർപ്പാൻ കഴിയണം. എതിർപ്പാനും സകലതും, നിങ്ങളെ വാക്കുകൊണ്ടോ? ആമേൻ. സകലതും സമാപിച്ചു ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. ഈ വാക്ക് ശ്രദ്ധിച്ചോണേ. ദുർദിവസത്തെ എന്ത് ചെയ്യണം? എതിർക്കണം. ഹാലേലുയ്യ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വിശ്വാസത്തിൽ വന്നിട്ടും ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ, നോക്കിക്കേ, നമ്മളോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങളെ എതിർക്കാൻ പഠിക്കണം. യുദ്ധം ചെയ്യുവാൻ പഠിക്കുന്നത് പോലെ തന്നെയാണ് എതിർക്കുവാനും പഠിക്കണം. നമുക്ക് വാളുകൊണ്ട്, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ ഒരു വാളെടുത്ത് തന്നാൽ, ഒരു ശത്രു മുമ്പിൽ വന്നാൽ, ഇനി പ്രത്യേകിച്ച് അതിനുവേണ്ടി അഭ്യാസമൊന്നും നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കത്തി നേരെ പിടിച്ച് നമുക്ക് എതിർക്കാൻ വരുന്ന ഒരാളെ നമുക്ക് വെട്ടുവാൻ സാധിക്കും. ഞാൻ പറയുന്ന വേറൊന്നുമില്ല, ആത്മീയ അർത്ഥമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. പക്ഷേ ഈ ശത്രുവിന്റെ വെട്ടിനെ തടയണമെങ്കിൽ അത് പരിശീലിക്കേണ്ട ഒന്നാണ്. കണ്ടോണേ, പരിശീലിക്കേണ്ട കാര്യം ഡിഫെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫെൻഡ് ചെയ്യുക. എന്താണോ അവന്റെ തീയമ്പുകൾ, അതിനെ എതിർപ്പാൻ കഴിയണം. ആ വാക്ക് കണ്ടോ? എതിർപ്പാൻ കഴിയേണ്ടതിന്. ഹല്ലേലൂയ. അതിനെ നമ്മൾ എതിർപ്പാൻ കഴിയേണ്ടതിന്, സകലതും സമാപിച്ചു ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ സർവായുധ വർഗം, എതിർക്കുന്ന സർവായുധ വർഗത്തിന്റെ പേരാണ് ഇവിടെ വചനത്തിൽ പറഞ്ഞത്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ഈ വിശ്വാസം എന്ന പരിച പ്രവർത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്? വിശ്വാസം തരുന്ന വചനം. ആമേൻ. നിങ്ങൾ നോക്കിക്കേ, യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റി മാത്രമല്ല, നിങ്ങളോട് എതിർക്കുന്ന ഏത് ശത്രുവായിക്കോട്ടെ. പലപ്പോഴും ഈ നമ്മൾ ഈ വചനം പഠിപ്പിക്കുന്ന സമയത്ത്, പ്രവചനം വെളിപ്പെടുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർക്കുന്ന, നിങ്ങൾ ഓർക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു വിഷയം, ഒരു വെളിപ്പെട്ടു. ആ പേര് വെളിപ്പെട്ടതിൻ്റെ അകത്ത്, ഒരു വീടിൻ്റെ അകത്ത് ഇന്ന ഒരു വ്യക്തിയുടെ, ഒരു ലേഡിയുടെ, ഒരു സഹോദരിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അപ്പൊ ആ വ്യക്തിയുടെ പേര് വെളിപ്പെട്ടു. അവിടെ ഈ തുടരെ ഉണ്ടാകുന്ന മരണങ്ങൾ, അത് നിമിത്തം ഒരു വ്യക്തി, നമ്മൾ എത്ര പേരെ കേട്ടിരുന്നു, ആക്സിഡന്റുകൾ തുടരെ ഒരു മരണം നിമിത്തം പിന്നീട് ഒരാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ സഹോദരി അത് പറഞ്ഞായിരുന്നു. ഞാൻ ആ സഹോദരിയെ കേൾക്കുന്നില്ല. കേട്ടു. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ സാധാരണ ഒരു മരണം, അതിന്റെ പിന്നിൽ ഒരു വിഷയം, ഒരു വീഴ്ച, അടുത്തത് വീണ്ടും ഒരാൾ തളർന്നു പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സാധാരണ ഒരു വ്യക്തി നോക്കിയാൽ പെട്ടെന്ന് പിടികിട്ടത്തില്ല. പക്ഷേ ഒരു മുൻപരിചയമില്ലാത്ത രണ്ടു പേര് തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ പേരുകൾ വെളിപ്പെട്ട്, ആ വിഷയങ്ങൾ വെളിപ്പെട്ട്, കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ പറയുന്നു, അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. കണ്ടോ? അപ്പൊ മനസ്സിലായോ? അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അപ്പൊ ആ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലേ? ഉണ്ട്. അവർ ബൈബിൾ വായിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ്? അപ്പൊ ആ പ്രവചനത്തിലൂടെ ആ വിഷയത്തെ വെളിപ്പെടുത്തി യേശുവിന്റെ നാമത്തോടെ ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വിഷയത്തിന്റെ അതുവരെ നടന്നുകൊണ്ടിരുന്ന സർക്കിൾ അവിടെ ബ്രേക്ക് ആകുക. കണ്ടോ? അപ്പൊ നമ്മൾ കാണാത്ത ഒരു വിഷയം, നമുക്കറിയാത്തൊരു വിഷയം, നമുക്കിതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, നമുക്കിതുവരെ മനസ്സിലാകാത്ത ചില വിഷയങ്ങൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന വാക്കുകൾ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും മാത്രം. ഇതിനെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങളെ തന്നെ കുടുംബത്തെയും പൊതിയണം.
ഒന്നാമത്തെ വാക്യം, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും പറയണം, സർവശക്തനായ ദൈവം എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് പ്രതികൂലം ആര്? കണ്ടോ, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലം ആര്? അടുത്തത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഓ, അവരൊരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ വചനം പറയുമ്പോഴല്ല നിങ്ങൾ ചെയ്യേണ്ടത്, വചനം കൊണ്ട് നിങ്ങളെ തന്നെ എല്ലാ ദിവസവും പൊതിയണം. ആമേൻ. നോക്കിയേ അടുത്ത വാക്യം, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ഇത് ആക്ടിവേറ്റ് ചെയ്യണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നെ ഉപദ്രവിക്കുന്നവർ, വാഴ്ചകളായിക്കോട്ടെ, അധികാരങ്ങളായിക്കോട്ടെ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയായിക്കോട്ടെ, എല്ലാം ഇടറി വീഴുമെന്ന് പറ. അപ്പൊ എന്റെ ചോദ്യം, ബ്രദറെ, പ്രാർത്ഥിച്ചാ പോരാ. ഇവിടെയാണ് പ്രശ്നം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് സിസ്റ്റം അല്ല. പ്രാർത്ഥന ഒരു ഡിഫെൻസീവ് സിസ്റ്റം അല്ല. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എഫേസിൽ എങ്ങനെ വായിക്കുന്ന സമയത്ത് നോക്കിയ, ദുഷ്ടന്റെ തീയമ്പുകളെ കെളുത്തുവാൻ തക്കതായ പ്രാർത്ഥന എന്ന പരിചയം എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, പ്രാർത്ഥന എന്ന പരിചയം എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ല, പിന്നെ എന്തുവാടെ? കണ്ടോ? അപ്പൊ പരിചയമായിട്ട് കണക്ട് ചെയ്യുന്നത് വിശ്വാസമാണ്. ഇനി ഈസി ക്വസ്റ്റ്യൻ, വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? കേൾവി എങ്ങനെ ഉണ്ടാകുന്നു? കേൾവി എങ്ങനെ ഉണ്ടാകുന്നു? പറയുന്നതിലൂടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ബ്രദറെ, ഞാൻ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പം ബ്രദറെ എന്റെ ജീവിതത്തിൽ ഭയങ്കര, ഞാൻ തന്നെ അതിശയിക്കുന്ന ഒരു അത്ഭുതം കണ്ടു. അപ്പൊ എന്റെ ചോദ്യം, കേട്ടത് കൊണ്ടല്ലേ വിശ്വസിച്ചത്? ഇനി കേൾക്കുന്നത് എവിടുന്നാ? പറഞ്ഞത് കൊണ്ടല്ലേ കേട്ടത്? കണ്ടോ? അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കും, ബ്രദറെ ഞാൻ ഈ വചനമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല. മുള പൊട്ടുന്നത് വരെ മുള പൊട്ടിക്കണം എല്ലാ വചനത്തിന്റെയും. ബൈബിളൊരു വാക്യമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിലോ അതിന് ഫലമില്ല, ഗുണമില്ല. നമുക്കറിയാം, നമ്മൾ ഇന്നാള് ശരിയോ തെറ്റോ എങ്കിലും ഏകദേശം നമുക്കൊരു സാമ്യം നമുക്കറിയാം. പ്രത്യേകിച്ച് കഴിഞ്ഞിടെ, ഞാൻ ഫേക്കോ ആണോ റിയൽ എനിക്കറിയത്തില്ല, എങ്കിലും ഒരു സാമ്യമുണ്ട്. ഈ ഈജിപ്തിൽ ഒരു അറ തുറന്ന സമയത്ത് 1000 വർഷമോ എനിക്കറിയത്തില്ല പഴക്കമൊക്കെ, ശരിയാണോ തെറ്റോ, പഴക്കമുള്ള വിത്ത് അതിൻ്റെ അകത്ത് കിട്ടി. 1000 ചിലപ്പോൾ ശരിയല്ലായിരിക്കാം, വിത്ത് കിട്ടി. ആ വിത്തിന് കേടുപാടില്ലാതെ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചു. ആ വിത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാരെടുത്തിട്ട് അവരത് കൃഷി ചെയ്യാൻ നോക്കിയപ്പോൾ അത് മുളച്ചു വന്നു. കണ്ടോ? നമുക്കും പലപ്പോഴും അറിയാം അല്ലേ, നമ്മൾ ഈ നെല്ല് ഈ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഈ നെല്ലാണ് പിന്നീട് വിതയ്ക്കുന്നത് അല്ലേ, നമ്മൾ പിന്നീട് വിതയ്ക്കുന്നത് നെല്ലാണ്, അരിയല്ല, നെല്ലാണ്. ഇത് സേവ് ചെയ്ത് വെക്കും. അപ്പൊ ഈ സംഭവം എന്തുകൊണ്ടാണ് പെരയ്ക്കകത്തിരിക്കുമ്പം, ചാക്കിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇത് മുളയ്ക്കാത്തത് പറയാൻ പറ്റും ആർക്കെങ്കിലും? ചാക്ക് വെട്ടിൻ്റെ അകത്തിരിക്കുന്ന നെല്ല് എന്തുകൊണ്ടാണ് മുളച്ച് കൊയ്യാൻ പറ്റുന്ന രീതിയിലാകാം? നമ്മളിപ്പോൾ നിങ്ങൾ ആ നെല്ലെടുത്തിട്ട് നിങ്ങളുടെ ടൈൽസിലോട്ടോ ആ തറയിലോട്ടോ നിങ്ങൾ വിതറിയിട്ടെന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ കണ്ടത്തിൽ പോയി വെയിൽ കൊള്ളുന്നത്? എന്തിനാ കണ്ടത്തിൽ പോയി വെറുതെ ചേറ് പറ്റുന്നത്? എൻ്റെ വീടിൻ്റെ അകത്ത് നല്ല വലിയൊരു ഹോളുണ്ടല്ലോ, ആ ടൈൽസിലോട്ട് ഞാൻ വിതറി അങ്ങ് ഇടുക. എത്ര മാസം കാത്തിരുന്നാലും എന്ത് ചെയ്യത്തില്ല, അത് മുളയ്ക്കത്തില്ല. കാര്യം എന്തുവാ? കണ്ടോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. അപ്പൊ ദൈവവചനം നിങ്ങളുടെ അകത്ത് മുളയ്ക്കണമെങ്കിൽ അത് ചാകണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിലോ ഇത് ഫലം കായ്ക്കത്തില്ല. അപ്പൊ വിശ്വാസത്തിൽ വന്നിട്ടും പ്രതിസന്ധികൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ ഡിഫെൻസ് ചെയ്യുന്നില്ല. ആ സിസ്റ്റം നിങ്ങളുടെ വീക്കാണ്. പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, മാറ്റമില്ല. പ്രവചനം കേൾക്കുന്നുണ്ട് ബ്രദറെ, മാറ്റമില്ല. ഞങ്ങൾ ഒത്തിരി ദൈവദാസന്മാരെ കൊണ്ട് തലയെല്ലാം വെച്ചപ്പോൾ തലയ്ക്ക് നീരുവാ, കൈവച്ച് പക്ഷെ മാറ്റം വരുന്നില്ല. കാരണം എന്നറിയാവോ? ഇതാണ് കാരണം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നു, യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കത്തില്ല. കണ്ടോ? അവര് ജയിക്കത്തില്ല. ശത്രു ഒരു ബൈബിളിൽ വാക്കുകൾ, ശത്രു നിന്നെ ജയിക്കത്തില്ല. കണ്ടോ?
നമ്മൾ ആദ്യം പറയണം, ശത്രു എന്നെ ജയിക്കത്തില്ല, എന്നെ ഉപദ്രവിക്കാൻ വരുന്നവൻ ഇടറി വീഴും. കണ്ടോ? സുവിശേഷ വിരോധി ആയിക്കോട്ടെ, അല്ലാത്ത പക്ഷം ആയിക്കോട്ടെ, വാഴ്ച ആയിക്കോട്ടെ, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് വാഴ്ചകൾ എന്ന് പറയുന്നത്. പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ പ്രൊഫസി വെളിപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പ്രവചന വരം വെളിപ്പെടുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരു പേര് വെളിപ്പെടുന്നതോ ഒരു കാര്യം വെളിപ്പെടുന്നതോ അല്ലാതെ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലർക്ക് വേണ്ടി പ്രവചനം വെളിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ആ വ്യക്തികളുടെ വിഷയങ്ങളെ, ചിലപ്പോൾ പറയത്തില്ലേ, ആ സ്ഥല സംബന്ധമായിട്ടൊരു വിഷയം, അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുകൾ, ആ വ്യക്തികളുടെ പേരുകൾ, അവരുടെ കാര്യങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് വെളിപ്പെട്ട് വരിക. അപ്പോൾ ഒരു ചോദ്യം, ബ്രദർ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? നമ്മൾ പോലും അറിയാതെ ചില വിഷയങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. നമ്മൾ പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വചനത്തിൻ്റെ പരിജ്ഞാനമില്ല എങ്കിൽ ഇത് പ്രവേശിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ് എന്നോട്. ഇപ്പൊ ഇദ്ദേഹം പറയും, ഓ കർത്താവേ, എന്നെ ഉപദ്രവിക്കുന്നവരൊക്കെ വലിയ പ്രതികൂലത്തിന്റെ അകത്താന്ന് പറയുന്നതിന് പകരം പറയണം, അവർ ഇടറി വീഴും. കണ്ടോ? അവരെന്നെ ജയിക്കത്തില്ല. കണ്ടോ? അവർ ഇടറി വീഴും, അവരെന്നെ ജയിക്കത്തില്ല. കാരണം എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ. ഇതാണ് കാരണം. പറയണം, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലത്തിന് എന്നെ ജയിക്കാൻ പറ്റത്തില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ആക്ടിവേറ്റ് ചെയ്യണം? എല്ലാ ദിവസവും നമ്മുടെ ഡിഫെൻസീവ് സിസ്റ്റത്തെ നിങ്ങൾ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാ ദിവസവും നിങ്ങളുടെ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, വാളുകൊണ്ട് വെട്ടാനേ പറ്റത്തുള്ളൂ, പരിച കൊണ്ടാണ് തടയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം ഞാൻ വീണ്ടും വരുവാണ്, നോക്കി, ദുഷ്ടന്റെ തീയമ്പുകളെ, തൊട്ടുമുള്ളത്തെ വാക്യമുണ്ടോ? അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും. കണ്ടോ? ദുർദിവസത്തെ എതിർപ്പാനും. അപ്പൊ ദുർദിവസത്തെ എന്ത് ചെയ്യണം? എതിർക്കണം, റെസിസ്റ്റ് ചെയ്യണം, എഗനിസ്റ്റായി നിൽക്കണം. അതിനെന്തെനിക്ക് ആവശ്യമാണ്? വാളല്ല ആവശ്യം, പരിചയ ആവശ്യം. വാളുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല, വെട്ടാനേ പറ്റത്തുള്ളൂ. പരിച കൊണ്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, എഫേസ്യ ലേഖനം പറയുന്ന സമയത്ത് ഈ അമേരിക്കൻ മിലിറ്ററിയുടെ ഉദാഹരണമല്ല അവിടെ പറയുന്നത്, ഇന്ത്യൻ മിലിറ്ററിയുടെ ഉദാഹരണമല്ല പറയുന്നത്. പകരം അന്നത്തെ കാലത്ത് റോമൻ ഗവൺമെന്റ് വാളും പരിചയും പടച്ചട്ടയും അണിഞ്ഞു നിൽക്കുന്ന ഒരു റോമൻ പടയാളിയുടെ രൂപമാണ് പൗലോസ് ലീഗ അവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല, പടച്ചട്ടയൊന്നും ഇല്ല. അതുകൊണ്ട് എതിർത്ത് നിൽക്കുന്ന ഒരു ഡിഫെൻസീവ് സിസ്റ്റം ഉണ്ട്. പരിച നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഹാലേലൂയ. പക്ഷെ നമ്മൾ ആ പരിചയം ആക്ടിവേറ്റ്, അതുകൊണ്ടാണ് എല്ലാ ദിവസവും എനിക്കും പറയണം. ഇനി ശ്രദ്ധിച്ച, രോഗം ഒരു പോരാട്ടമാണ്. കണ്ടോ? രോഗം വരുമ്പോൾ അത് ഷുഗർ അല്ലേ, പ്രഷർ അല്ലേ, കാലിൽ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാനാ? ബൈബിളിന് വിരോധമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ സാത്താൻ അനുകൂലമായി സംസാരിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും 100 വയസ്സ് കഴിഞ്ഞാലും ബൈബിൾ പറഞ്ഞു, എനിക്ക് ആരോഗ്യം വരുത്തും ദൈവം, ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും. ഇപ്പൊ ഞാൻ ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്ന, ഞാൻ ഇന്നാൾ പറഞ്ഞു, ചില ആൾക്കാർ പറയും, ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ നാളെ നമ്മൾ രോഗിയാകത്തില്ലെന്നും നമുക്ക് നാളെ പ്രതികൂലങ്ങൾ വരത്തില്ലെന്നും നമുക്കൊന്നും പറയാം. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടവരുണ്ടോ? പറഞ്ഞവരുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പൊ കേട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നിങ്ങളിൽ അകത്തോട്ട് പ്രവേശിക്കും. ഇതാണ് തന്ത്രം. കണ്ടോ? തന്ത്രം. ആമേൻ. നിങ്ങൾ ഇസ്രായേലിനെ പറ്റി നിങ്ങൾ ആഴമായിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇസ്രായേലിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇവർ ചെറുപ്പം നാൾ മുതലേ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഞാനതാ നാൾ പറഞ്ഞതുപോലെ എല്ലാ വർഷവും പെസഹ എന്ന സമയത്ത് ഒരു കയ്പ് ചീര കഴിപ്പിക്കും. ഈ കയ്പ് ചീര കഴിപ്പിക്കുന്നതിൻ്റെ കാരണം, ഇഷ്ടംപോലെ നല്ല ഫുഡ് അവിടെ ഉണ്ടായിട്ടും കയ്പ് ചീര അവിടെ കഴിപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിപ്പിക്കുകയാണ്. പണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിലുണ്ടായ കയ്പിൻ്റെ അനുഭവത്തെ കാണിക്കുക. അപ്പോൾ ചോദ്യം, അവർ ഈ കയ്പ് തിന്നുകൊണ്ടാണ് ചോദിച്ചത്? അല്ല, അതിനുശേഷം ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. കണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചത്? അത് നമുക്ക് വലിയൊരു പുറപ്പാടായിരുന്നു. എങ്ങോട്ട്? ഒരു കനാനിലേക്ക്. എങ്ങനെ? മരുഭൂമിയിലൂടെ. എങ്ങനെ സർവൈവ് ചെയ്തു? യഹോവ ഒരു മഹാവീരനെ പോലെ ഇറങ്ങി വന്നു. കണ്ടോ? ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ജനറേഷനുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നമ്മൾ നേരെ തിരിച്ചാ. നമ്മൾ പറയും ജീവിതകാലം മുഴുവൻ കയ്പ് ചീരയാന്ന് പറയും.
നമുക്ക് മാറയുടെ കയ്പേ അറിയത്തുള്ളൂ, മധുരത്തെ പറ്റി പഠിക്കത്തില്ല. ഇവിടെ പിശാചിന്റെ തന്ത്രം, ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, കുടുംബത്തിൽ ഒരു കലഹം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഉറപ്പിച്ചോ, ഇത് യുദ്ധത്തിന്റെ സമയമാണ്. വാള് മാത്രം പോരാ, ഡിഫെൻഡ് ചെയ്യണം. ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ദൈവവചനം കൊണ്ട് പറയണം, എന്നെ ഉപദ്രവിക്കുന്നവൻ ഇടറി വീഴും. അത് രോഗമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, വാഴ്ചകളായിക്കോട്ടെ, അധികാരങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഇടറി വീഴും. അവൻ എന്നെ ജയിക്കത്തില്ല. ഇവിടെ യുദ്ധത്തിനാണ് യിരെമ്യാവ് അവരെന്ന് പറഞ്ഞത് മനുഷ്യരെയാണെങ്കിൽ, നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിശാചുക്കളാണ്. അവരെന്നെ ജയിക്കത്തില്ലെന്ന് പറയണം. രോഗം എന്നെ ജയിക്കത്തില്ല, സൗഖ്യത്താൽ ഞാൻ അതിനെ ജയിക്കും. ആമേൻ. നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം. ഞാൻ സൗഖ്യം മാത്രം പറയുന്നുള്ളൂ. ബ്രദറെ, എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്, ഭർത്താവ് മദ്യപാനിയാണ്, കുടുംബത്തിൽ പിള്ളേരൊന്നും അറിഞ്ഞനുസരിക്കുന്നില്ല, അവർക്ക് ജോലിയില്ല, ഒന്നുമില്ല. എൻ്റെ ബ്രദറെ, ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ബ്രദറെ ഒരു മാറ്റവും കാണുന്നില്ല. ഞാൻ പറയുന്നു, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും സ്വാധീനങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടതിന് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തെ പൊതിയുക. വചനം കൊണ്ട് പറയണം, മക്കളൊക്കെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കും. ഡിഫെൻസീവ് സിസ്റ്റത്തെ ഉയർത്തിപ്പിടിക്കുക. നോക്കിക്കേ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച, നോക്കിക്കേ, വിശ്വാസം എന്ന പരിച ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കേട്ടെ. ഇപ്പൊ വിശ്വാസം എന്ന പരിച നോക്കിയ, അതുകൊണ്ട് ദുർദിവസത്തെ എതിർത്ത് നിൽപ്പുവാനും സർവ്വതും സമാപിച്ചിട്ട് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് ഈ ഒരു പരിച മാത്രം പറയുക. കാലിന് ചെരിപ്പായും എല്ലാറ്റിൻ്റെ മീതെ ദുഷ്ടന്റെ തീയുമ്പോളെ കെടുത്താതൊക്കെ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുക. കണ്ടോ, നിൽക്കുക. ഈ ദിവസങ്ങളിൽ പറയണം, രോഗമേ നീ എന്നെ ജയിക്കത്തില്ല, എൻ്റെ അകത്ത് സൗഖ്യം വ്യാപരിക്കുന്നു. പ്രതിസന്ധിയെ നീ എന്നെ ജയിക്കത്തില്ല, കാര്യം മഹാവീരനായ ദൈവം എനിക്ക് അനുകൂലമാണ്. നമ്മുടെ പ്രാർത്ഥന പാറ്റേൺ മാറ്റണം. നമ്മൾ പലപ്പോഴും ജാതികളെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദറെ, എന്നാ ചെയ്യാനാ, എൻ്റെ ജീവിതത്തിൽ മൊത്തം പ്രതിസന്ധിയാണ്, നാളെ എനിക്ക് അറിയത്തില്ല, നാളെ അറിയണം എന്നാ സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് തീരുമാനം നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തിലിരുന്ന് കർത്താവിന്റെ നന്മകളെ വർണ്ണിക്കും. ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ജീസസ്. നമ്മൾ ഇന്നലെ കേട്ടതല്ലോ, ഞാൻ ജീവനുള്ള ദേശത്തിന് യഹോവയുടെ നന്മ കാണും. എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണും. എത്ര ദിവസം പറയണം? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് വരെ. കണ്ടോ, ടൈൽസിൽ ഇട്ടാൽ ചാകത്തില്ല, ആ പെരപ്പുറത്തിട്ടാൽ ചാകത്തില്ല, ടേബിളിൽ ഇട്ടാൽ ചാകത്തില്ല, ബെഡിൽ ഇട്ടാൽ ചാകത്തില്ല. അത് നേരെ കൊണ്ടുവന്ന് ഇളക്കി മറിച്ചിട്ട മണ്ണിലേക്ക് എറിയണം. അവിടെ കാണാൻ പറ്റും പയ്യെ ഒരു തൈ പൊങ്ങി വരുന്നത്, പയ്യ നെല്ലിൻ്റെ അകത്തുനിന്ന് ഒരു മുള പൊട്ടി വരുന്നത്, ഒരു ഞാറ് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. എൻ്റെ പ്രിയരെ, ഈ ദിവസങ്ങളിൽ നല്ല നിലമാകട്ടെ നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ട് ഞാൻ പറയാം, അനാവശ്യമായിട്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യ്. ആരാ പറഞ്ഞു നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ? ആരാ പറഞ്ഞത്? പിശാചാ പറഞ്ഞത്? അല്ല, ഞങ്ങളുടെ വീട്ടിലെ അയൽവക്കത്തെ ചേച്ചി പറഞ്ഞത്. ഞാൻ പറഞ്ഞ ചേച്ചിയല്ല, അകത്തിരിക്കുന്ന ദുഷ്ടാത്മ സേനയാ അത് പറയുന്നത്. ജീസസ്. ഇവിടെ നോക്കിക്കേ, യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, അവർ നിന്നെ ജയിക്കത്തില്ല. കണ്ടോ ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. എനിക്കറിയത്തില്ല എന്നാ സംഭവിക്കാൻ വേണ്ടി പോവെന്ന് അറിയണം. ശത്രു എന്നെ ജയിക്കത്തില്ല. എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അറിയണം ബ്രദറെ, ഈ പ്രതിസന്ധി എന്നെ വിട്ട് മാറുമോ? ഇവിടെയാണ് കള കയറുന്നത്. ഇവിടെയാണ് നല്ല നിലത്തിന് പകരം കഠിന ഹൃദയം ഉണ്ടാകുന്നത്. ബ്രദറെ, ഈ കാര്യം വല്ലതും ശരിയാവോ? ഇടറി വീഴും. ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ഇന്നലെ നമ്മൾ കേട്ടു, ജാതികൾ നിങ്ങൾക്ക് കീഴ്പ്പെടും. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ ഈ സിസ്റ്റത്തിലോട്ട് നമ്മൾ കയറിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് മറക്കരുത്, എല്ലാ ദിവസവും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കർത്താവ് എല്ലാ ദിവസവും ഒരു
ഞാൻ വേറൊരു ബ്രദറിൻ്റെ ഒരു യൂട്യൂബ് കണ്ടപ്പോഴാണ് അവരെല്ലാ ദിവസവും വചനം ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ റെക്കോർഡഡ് ആണെങ്കിൽ പോലും ലൈവായിട്ട് അത് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുക അത് എല്ലാ ദിവസവും ഒരു പ്രഖ്യാപനം നമുക്ക് ചെയ്യണം. നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊരു ഒരു ഒരു യൂട്യൂബിൽ എല്ലാ ദിവസവും ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് അത് ഏറ്റു പറയണം. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് വേണം. എല്ലാ ദിവസവും പറഞ്ഞ് അതാണ് ഈ സ്റ്റാൻഡ് ചെയ്യുക. എണീറ്റ് നിൽക്കാൻ പറയാൻ കാര്യം, കിടക്കുന്നവനൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ആക്റ്റീവ് അല്ല. ചാടി എണീക്കുന്നവന് റെസിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും സഡൻ ആയിട്ടുള്ള റിയാക്ഷനാണ്. ഓ ലോർഡ് ജീസസ്, യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ രോഗശക്തിയോട് പറഞ്ഞു, നീ എന്നെ ജയിക്കത്തില്ല. ഇന്ന് സൗഖ്യമാ, ഇന്ന് അത്ഭുതമാ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ ശക്തികൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങുക. ഇനി ആ വേദന കൊണ്ട് നടക്കണ്ട കേട്ടോ. ഇന്ന് വേദന മാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റൽക്ക ശമന ഹടദർ കിമാസിയാന്തിരി ലോ റഖീലി മിസാനിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ബൈജുവിൻ്റെ ഭവനത്തിൽ ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുക. ഓ ജീസസ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ലോർഡ് ജീസസ്, ഒരു 17 വർഷമായിട്ട് കയറിക്കൂടിയ ഒരു പ്രതിസന്ധി ഇന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങുക. ജീസസ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഈ കാലഘട്ടം കാണുന്ന സമയത്ത് ആ വീടിൻ്റെ മുമ്പിൽ ഈ നിറഞ്ഞു നിൽക്കുന്ന, അതായത് വീടിൻ്റെ ഈ കാലഘട്ടത്തിലാണോ ഈ പ്രാർത്ഥിക്കുന്ന ഈ 17 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണോ എന്നെനിക്ക് ഇതിൻ്റെ അകത്തൊരു ഈ കാഴ്ച ഞാൻ കാണുന്നത് ഇച്ചിരി പഴക്കമാണ്. വീടിൻ്റെ മുൻവശത്ത് ഈ നിറഞ്ഞു നിൽക്കുന്ന, അതായത് വീടിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് അതിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ ഈ കാണാൻ കഴിയാത്ത നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം ഉള്ളൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇച്ചിരി പഴകിയതാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ബൈജുവിൻ്റെ ഭവനം ഏതാണോ, ഏപ്രിൽ മാസവുമായിട്ട് കണക്ഷനുള്ള ഭവനം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പറഞ്ഞു. ബ്രദറെ, എന്റെ തൊട്ട അയൽവാസി ബൈജു ആണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ ആ ബൈജുവിന്റെ ഭാര്യയ്ക്ക് കാലിന് ഷുഗർ ആയിട്ട്, കാലിന് മുറിവൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു 4 മാസത്തോളമായി ബെഡിൽ തന്നെ ഇരിപ്പാണ്. എഴുന്നേറ്റ് നടക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം അവർക്ക്. ഈ ഏപ്രിൽ മാസമായിട്ട് എന്നാ സിസ്റ്റർ കണക്ഷൻ ഉള്ളവർക്ക് അറിയില്ല ബ്രദറെ, ഞാൻ ചോദിക്കണം. ഈ മരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളമാണ് ഞാൻ ആ ഭവനത്തിൽ കാണുന്നത്. ആ ഭവനം അതാണെന്ന് അന്വേഷിക്കുക. ഇന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗശക്തി അവിടെ നിന്ന് വിട്ടുമാറും കേട്ടോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഇന്ന് ഇതിൻ്റെ അകത്ത് ആലോചന സൂമിലാണ് വെളിപ്പെടുന്നവര്, അവര് മാത്രം മ്യൂട്ട് മാറ്റാവുള്ള. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഭവനത്തെ കർത്താവിനെ കണക്കി ഈ ട്രാക്ടർ കൊണ്ടുവന്ന് ഇട്ടിരുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ട്രാക്ടർ കൊണ്ടുവന്നിട്ടിരുന്ന ഒരു ഭവനം. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. ഈ ട്രാക്ടർ കൊണ്ടുവന്നിട്ടിരുന്ന ഒരു ഭവനമാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഔസേപ്പ് എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുക. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഇതൊരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മണ്ണുമായി ബന്ധപ്പെട്ട്, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാപത്തെ കർത്താവ് എന്ന കുടുംബത്തിൽ നിന്ന് വിടിവിക്കുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്നുള്ളതാണോ പഴയതാണ് എനിക്കറിയത്തില്ല, പക്ഷേ ഈ പിതാവിൻ്റെ കാലഘട്ടമാണ് ഞാൻ കാണുന്നത്. ആ പിതാവിൻ്റെ കാലഘട്ടത്തിൽ കയറിക്കൂടിയ ഒരു വിഷയം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. ഔസേപ്പ് എന്ന് പറയുന്ന ആ പിതാവിൻ്റെ ഭവനം ഏതാണോ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കയറിക്കൂടിയൊരു കുടുംബം. ലോർഡ് ജീസസ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ആകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ. ഓ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭവനം എവിടെ ഇരുന്നുകൊണ്ടാണോ ഇത് കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ,
ആമേൻ പറഞ്ഞ് ആ കുടുംബം സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കൃപ വരൂ. മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ്, ആ വ്യക്തി സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യുക എല്ലാവരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതോടൊപ്പം തന്നെ ഒരു ചാൾസിനെ കർത്താവ് എന്നെ കാണിക്കുക. ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജേക്കബുമായിട്ട് കണക്ട് ചെയ്തൊരു ചാൾസിനെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ കുടുംബത്തിന് മേൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് എൻ്റെ ഉള്ളത് കർത്താവ് അവർ പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോ മക്കള് പറയണത് കേക്ക്. എപ്പോഴും ഇവൻ നിക്കുന്ന അപ്പൊ എന്താ പറഞ്ഞത്? പറഞ്ഞോ ഏത് കാണിക്കാൻ? പറഞ്ഞോ. ജേക്കബ് എന്റെ മകനാണ്. ഈ ചാൾസ് എന്ന് പറയുന്ന ആരാ ജേക്കബുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ കണ്ടോണ്ടിരിക്കും. ചാൾസ് അവന്റെ ഫ്രണ്ട്സിൽ ആരോ ഒരാളാണെന്നാണ് എന്റെ തോന്നല്. എനിക്ക് ശരിക്കറിയില്ല. ഈ പറയാൻ വന്ന ആളും അതുപോലെ തന്നെയാണ് പറയാൻ വന്ന രണ്ടുപേരും. ഔസേപ്പ് എന്ന് പറഞ്ഞ എന്റെ പിതാവായിരുന്നു ബ്രദറെ. എന്റെ സ്ഥല സംബന്ധമായ വിഷയങ്ങളുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് വെളിപ്പെട്ട ആലോചനയായിരുന്നു ഔസേപ്പ് അല്ലേ, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്. പിതാവാണ് സിസ്റ്ററുടെ പിതാവായിരുന്നു ഔസേപ്പ്. അതെ, ഔസേപ്പ് പത്രോസ് എന്നാണ് പിതാവിന്റെ പേര്. പിതാവും ഇപ്പൊ ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടതാ? ഈ പിതാവിന്റെ കാലത്താണ് ഞാൻ ഈ വിഷയത്തിന്റെ തുടക്കം കാണുന്നത് സിസ്റ്ററെ. പിതാവിന്റെ കാലത്താണ് ഈ പ്രശ്നം ഞാൻ കാണുന്നത്. പഴയ ഒരു വിഷയമാണ്. ആ ഒരു മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കയറിക്കൂടി ആ വിഷയത്തിന്റെ അകത്ത് കുടുക്കി കിടക്കുന്ന ഒരവസ്ഥ, കാലങ്ങൾ പുറകോട്ട് ഇതിനെ കുടുക്കിയിട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഞാൻ കാണുന്ന ഒരു കാഴ്ച. ഈ ജൂൺ മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഔസേപ്പിന്റെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ബാക്കി എല്ലാവരും ഇതാരെ വേറെ പ്രസംഗിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്റെ സിസ്റ്റർ എന്നോട് കർത്താവിനുള്ളത് പറഞ്ഞു, ഈ ജൂൺ മാസം വലിയൊരു ഡെലിവറൻസിന്റെ സമയം കേട്ടോ, പ്രാർത്ഥിച്ചോണം. ഭയങ്കരമായി ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞത് വലിയൊരു ഡെലിവറൻസിന്റെ ടൈമാണ് ജൂൺ മാസം. കർത്താവിന്റെ വലിയ സാക്ഷ്യമായിട്ട് തമ്പുരാൻ കാണിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ഇന്ന് ആ ജേക്കബുമായി ബന്ധപ്പെട്ട് ചാൾസുമായിട്ട് കണക്ഷൻ വന്നേക്കുന്ന ആളോട് മോണ്ട് പറയണം, ഈ ദിവസം അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. ഓ യേശുവേ, എന്റെ കർത്താവേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ്, യേശുവേ കർത്താവെ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ യേശുവെ ഞങ്ങളൊരു കുടുംബത്തെ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു വ്യക്തിയുടെ പേര് കർത്താവിനെ കാണിക്കുന്നു. ചാണ്ടിയുടെ ഭവനത്തിൽ ഈ ചാണ്ടി എന്ന് പറയുന്ന പിതാവിൻ്റെ സഹോദരൻ, ഇതേ ചാണ്ടിയുടെ സഹോദരൻ ഈ ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട്, ചാണ്ടിയുടെ സഹോദരൻ ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്ത് ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് ഭവനങ്ങളെയും കണക്ട്, വ്യക്തികളല്ല ഭവനങ്ങളെയും കണക്ട് ചെയ്തിട്ടിരുന്ന ഒരു കുരുക്ക് ഇന്ന് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ മാറുന്നതായിട്ട് പറയുകയാണ്. ചാണ്ടിയും ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഈ രണ്ട് കുടുംബങ്ങളെയും ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബവും മറ്റു കുടുംബങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന് കയറി വരാൻ കഴിയാതെ വണ്ണം ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നത്. ഇന്ന കുടുംബത്തിന്റെ മേൽ വലിയൊരു ഡെലിവറൻസിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ചാണ്ടിയുടെ കുടുംബം ഏതാണോ, യേശുവേ നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓ ലോർഡ്, ഇപ്പോൾ തന്നെ ആ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ന് ചാണ്ടിയുടെ ഭവനം യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ തമ്പുരാൻ റിലീസ് ചെയ്യുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ ആമേൻ പറഞ്ഞ് അവിടെ തന്നെ സ്വീകരിച്ചോണേ. അത്ഭുതത്തെ സ്വീകരിച്ചോണേ. കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ദൈവത്തിന്റെ അത്ഭുത കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുക. എൻ്റെ യേശുവേ, യേശുവേ ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ലോർഡ് ജീസസ്. ഇനി ഇതിൻ്റെ അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് പ്രിൻസി എന്ന് പറയുന്ന തലമുറയുള്ള മോളുള്ള വ്യക്തി ആരാ? പ്രിൻസി എന്ന് പറയുന്ന മോളുള്ള, ഞാനാ ബ്രദറെ. പ്രിൻസി എന്ന മോളുള്ള എന്റെ മോള് പ്രിൻസി, ഇളയ മോള് പ്രിൻസി. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസവുമായിട്ട് ബന്ധമുള്ള ആളാരാ ഈ കുടുംബത്തില്? പ്രിൻസിയും ഈ പ്രിൻസിയുടെ ഭവനത്തില് മാർച്ചുമായിട്ട് ബന്ധമുള്ള ആളാരാ? അവളുടെ കെട്ടിപ്പുവിട്ട വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാവുന്ന പ്രിൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി മുഖാന്തരം ആ മകളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോൻ മാർച്ചിലുള്ളത്. ആ കുടുംബം എവിടെയാണ്? നമ്മുടെ അടുത്താണോ? അവര് ചെങ്ങന്നൂരാ താമസിക്കുന്നത്. ചെങ്ങന്നൂരാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഇന്ന് ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ആ വ്യക്തിയുടെ ഭവനത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തെ തമ്പുരാൻ തുറക്കും. ചിലപ്പോൾ ഒരു ബന്ധമായിരിക്കാം, ചിലപ്പോൾ ഒരു കണക്ഷൻ ആയിരിക്കാം. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാം. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഫിലോമിന എന്ന് പറയുന്ന ഒരു മാതാവിന്റെ ഭവനത്തിൽ ആ ഫിലോമിനയുടെ മോൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, കരഞ്ഞ വിഷയം. ഓ ജീസസ്, കരഞ്ഞ വിഷയം. നീണ്ട ഈ 2 വർഷമായിട്ട് ഹൃദയത്തെ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇന്ന് ഫിലോമിനയുടെ തലമുറയെ യേശു തൊടാൻ വേണ്ടി, മാതാവിന്റെ അനുഭവം മകൾക്കും ഉണ്ടാകുമെന്ന്, മകളിലേക്ക് അത് പ്രവേശിക്കുവാൻ നോക്കുന്ന കണ്ണുനീരിന്റെ ആ ഒരു തുരുത്തിയെ ഇന്ന് കർത്താവ് തകർക്കും കേട്ടോ. ഫിലോമിനയുടെ തലമുറ ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സ്ഥലത്തിൽ സ്വീകരിച്ചു 2 വർഷമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധി ഇന്ന് അവസാനിക്കുക. ഓ ജീസസ്, ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. കർത്താവ് പറയാൻ വേണ്ടിയാണ്. എന്റെ അമ്മയുടെ പേര് ഫിലോമിന ബ്രദറെ. സിസ്റ്റർ, 2 വർഷമായിട്ടുണ്ടായിരുന്ന കരയുന്ന ഈ മുത്തു ഫ്രാൻസിസ് പറഞ്ഞ സിസ്റ്ററെ കുറേ നേരമായിട്ട് ഇങ്ങനെ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ബാക്കിയൊന്നും എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റുക, ഇല്ല എങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഈ വിടുതൽ ശുശ്രൂഷ. ഈ സമയങ്ങളിൽ നഷ്ടമാക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. താങ്ക് യു ജീസസ്. കർത്താവ് ഞാൻ ബ്ലെസ് ചെയ്തു. സിസ്റ്റർ എന്ന കുടുംബ ഫിലോമിനയുടെ തലമുറയുടെ കർത്താവ് ഇടപെടുവാണ്. 2 വർഷമായിട്ട് ഉണ്ടായ പ്രതിസന്ധി അവസാനിക്കുകയാണ്. കരഞ്ഞ വിഷയത്തിന്റെ മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോട്ടോ. യേശുവേ നന്ദി. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ജീസസ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഈ മോനിച്ചെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ മോനിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീടിന്റെ മുൻവശത്ത് തന്നെ ഒരു പേരമരം നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. മോനിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് മോനച്ചനോ അങ്ങനെ വിളിക്കുന്ന പേര് ഞാൻ കേൾക്കുന്നത്. വിളിപ്പേരാണോ ഒഫീഷ്യലാണോ എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് ഞാനൊരു പേരമരം കാണുക.
ഈ പേര ടെറസിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ പേരമരം എന്നെ കാണിക്കുമ്പോൾ തന്നെ ഇത് നിമിത്തം വലിയൊരു അപകടം ആ കുടുംബത്തിൽ ഇങ്ങനെ നമ്മൾ ഞെട്ടുന്ന രീതിയിൽ ഒരു അപകടം സംഭവിച്ചൊരു പേരമരമാണത്. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം വേഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ, മോനിച്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഭവനം, ഈ അടയാളമുള്ള ഭവനം ചാടി പിടിച്ചോണം. അനർത്ഥം ഒഴിയുക ഭവനത്തിൽ നിന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞോണം. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളെ പൊതിയും. ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് ആക്റ്റീവ് ആക്കിക്കോണം. ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൻ്റെ മേലെടുക്കത്തില്ല. മനുഷ്യൻ്റെ ഭവനം സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ആമേൻ പറഞ്ഞു. ആ എന്റെ പേരാണ് ഫിലോമിന, എന്റെ മക്കളുടെ പേരാണ് പ്രിൻസി. സിസ്റ്റർ ഫിലോമിനയുടെ മോളെന്നാ പറഞ്ഞത്. പിന്നെ പ്രിൻസിയായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസവുമായിട്ട് കണക്ഷനുള്ള പ്രിൻസിയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആലോചന. ഫിലോമിന ഫിലോമിന എന്റെ പേരാണ്. മോളും ഉണ്ട്. മാർച്ച് മാസവുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയുമായിട്ടൊരു അനുഗ്രഹത്തിന്റെ വാത് തുറക്കാൻ വേണ്ടി ഫിലോമിനയുടെ മകൾക്കായിരുന്നു ആലോചന കേട്ടോ. യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ പേരും ഫിലോമിന എന്നാണ്. സിസ്റ്ററാണല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതെ, എനിക്ക് നേരത്തെ ഓണത്തിന്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മയുടെ പേരും ഫിലോമിന. ഫിലോമിന ഞങ്ങൾ ഭയങ്കര ഈ നാളുകളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ 2 വർഷമായിട്ട് ജസ്റ്റ് വലിയൊരു പ്രതിസന്ധി ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? അതെ, കണ്ടോ? ഭയങ്കര ഭാരം. ഇന്ന് ആ കരച്ചില് തമ്പുരാൻ അവസാനിപ്പിക്കാന്നാ പറഞ്ഞത് കേട്ടോ. തലമുറയെ യേശു തൊടാൻ വേണ്ടി പോവാ. അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവന്റെ കുരുക്കിനെ തമ്പുരാൻ അഴിക്കും. ഇന്ന് അവൻ യേശുവിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത് കേട്ടോ. കർത്താവ് അവനെ തൊടും. അവൻ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ പിടിച്ചതുപോലെ കർത്താവ് പിടിക്കും യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞ അത്ഭുതത്തെ സ്വീകരിച്ചു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ ജെറോമിൻ്റെ ഭവനത്തെ കർത്താവ് തൊടുക. ജെറോമിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ജെറോമിൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ ഒരു സ്ഥലത്ത് ഈ റെഡ് കളറിലെ ഒരു ബുക്ക്, റെഡ് കളറിലെ ഈ ബൈബിളിൻ്റെ സമാനമായ, ബൈബിളാണോ ഇരിക്കുന്നത്, എനിക്ക് മോളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വിഷൻ കാണുന്നത്, റെഡ് കളറിലെ ഒരു പുസ്തകം അവിടെ ഇരിക്കുന്നത് കാണുക ജെറോമിൻ്റെ ഭവനത്തിൽ. അതൊരു മുറിയോട് ചേർന്നാണ് അത് ഇരിക്കുന്നത്. അതൊരു സിമെൻറ്റിൻ്റെ തിട്ട പോലത്തെ അതിലിങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഭവനത്തിൽ ആ മുറിയിലുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി ആരാണോ ജെറോമിൻ്റെ ഭവനത്തിൽ, ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജെറോമിൻ്റെ ഭവനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ജെറോമിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, എൻ്റെ യേശുവേ. പറഞ്ഞു. ഹലോ ബ്രദർ, എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് മോനച്ചൻ. പക്ഷെ പഴയ വീടിനാണെങ്കിൽ ടെറസിലൊരു പേരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഞാൻ ഈ കാണുന്നത് എപ്പോഴും സിസ്റ്റർ ഓർത്തോട്ടെ, നമ്മളൊരു കാണുന്നത് ചിലപ്പോൾ പല കാലഘട്ടത്തിലായിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് എടുത്തു വെച്ചത്. പണ്ടത്തെ ഹസ്ബൻഡിന്റെ വീടിന്റെ മേളിൽ ടെറസിലോട്ടൊരു പേരെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഹസ്ബൻഡ് വല്ലതും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് നിമിത്തം എന്തോ ഒരു നമ്മൾ ഞെട്ടുന്ന രീതിയിൽ ഒരു അനർത്ഥം, വീഴ്ചയോ മറ്റോ എന്തോ ഒരുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേരമരഞ്ഞ, അതായത് ഇത് ഞാൻ കാണുന്നത് അന്ന് കയറി കൂടിയ ഒരു അനർത്ഥമാണ്. അന്ന് മുതൽ ഇതിങ്ങനെ തക്കം പാത്ത് നിൽക്കുക. അത് ഹസ്ബൻഡിന്റെ വീടിന്റെ ഒരു റിലേറ്റീവ് താഴത്തെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ടെറസിൽ ഇങ്ങനെ ഒരു പേര ഉണ്ടായിരുന്നു, പേരെ തൊട്ടടുത്ത വീട്. അപ്പൊ ആ ടെറസിൽ അവര് പേരയ്ക്ക പറിക്കാൻ നേരം അവിടുത്തെ മോള് വീണിട്ട് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി, എല്ലാം ഒത്തിരി ഭയങ്കര ആക്സിഡന്റ് ആയി. കണ്ടോ സിസ്റ്റർ, ഈ കാര്യം വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അന്ന് കയറി കൂടിയത് അടുത്ത ഊഴം നോക്കി നിൽക്കുവാണ്. ഇന്ന് തന്നെ ആമേൻ പറഞ്ഞ്
ആ മോനിച്ചന്റെ ഭവനം യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അനർത്ഥം ഇന്ന് യേശുവിന് അതിൽ വെട്ടുക. ആ തക്കം പാർത്ത് ഉന്നം വെച്ച് നിൽക്കുന്നതിനെ ആത്മാവിൽ ഇപ്പോൾ വെട്ടിവിടുന്നു യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞ എന്റെ ഫ്രണ്ട് കൂടെ, ഒരനർത്ഥവും എനിക്ക് വരത്തില്ലെന്ന് പറ. ഒരനർത്ഥം എനിക്ക് വരത്തില്ലെന്ന് പറ. ഒരനർത്ഥം എനിക്ക് വരികയില്ല. ദുഷ്ടൻ എന്നെ ജയിക്കത്തില്ലെന്ന് പറ. ദുഷ്ടൻ എന്നെ ജയിക്കത്തില്ല. കൃഷ്ണന്റെ ഭവനത്തിൽ ജയിക്കും. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ മകളുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നപ്പ മോനിച്ചന്റെ ഭവനത്തിൽ നിന്ന് അടുത്തതിനെ ഊഴം വെച്ച് കർത്താവ് ഇന്ന് വീഴ്ത്താൻ നിൽക്കുന്നതിനെ ഇപ്പോൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പറഞ്ഞില്ലേ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവിക പ്രത്യേകിച്ച് പ്രവചന ശുശ്രൂഷ സമയത്തിരിക്ക്. പല കയറിക്കൂടിയതിനെയും തമ്പുരാൻ ഇന്ന് ആത്മാവിൽ പുറത്തു ചാടിക്കുന്ന സമയമാണ്. ഇപ്പൊ സൗരി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആ പേരമരം എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പേരമരം കാണിക്കുമ്പോൾ തന്നെ അത് റിലേറ്റ് ചെയ്തൊരു വീഴ്ച കാണിക്കുക. അതിങ്ങനെ നമ്മൾ ചിന്തിക്കും കൈ തന്നെ താഴോട്ട് വീണതായിരിക്കാം, മോള് പാരലൈസ് ആയിപ്പോയി, ഓ സാധാരണ സംഭവിക്കുന്നല്ല. അല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിനെ ഇന്ന് കർത്താവ് തൊടുക. അതാണ് ദൈവമക്കൾക്ക് സഭയുടെ അധികാരം, അതാണ് അഭിഷേകത്തിന്റെ ശക്തി. ഇന്ന് അതിനെ ബന്ധിക്കുവാൻ, അതാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. ഇതിന്റെ അർത്ഥം സ്വർഗത്തിലും ഭൂമിയുടെയും പാതാളത്തിന്റെയും താക്കോല് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളെ അഴിക്കാനും നമുക്ക് സ്വർഗത്തിൽ നിന്നും പിശാചുക്കളെ കെട്ടുവാനും അധികാരമുണ്ട് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. രാധ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കണക്കി. രാധ 1979 എന്നൊരു വർഷം ഈ രാധയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, ആ കുടുംബം ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് സ്വീകരിച്ച് ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരിറങ്ങി ഇന്ന് പിടിച്ചു കെട്ടി ചില വിഷയം നല്ല കർത്താവിനെ കാണിക്കുന്ന നിറവ് വെളിപ്പെടാതെ പാതി നിൽക്കുന്ന അവസ്ഥകളിൽ നിന്നും ചിലതിനെ പിടിച്ചടക്കി തമ്പുരാന്റെ നാമത്തിൽ ദൂതന്മാരുടെ വലിയൊരു പ്ലാൻ അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാ. രാധ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ആ വെളിപ്പെട്ട വർഷവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. നന്മ കൊയ്യാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവേ, ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ബ്രദറെ, പറഞ്ഞു. ജെറോം എന്ന് ഇച്ചിരി മുമ്പ് പറഞ്ഞത് എന്റെ അടുത്ത വീട്ടിലെ ആളാണ്. ഉം. പുള്ളിക്കാരനൊരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഓർമ്മയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളിക്കാരന്റെ മകള് കഴിഞ്ഞ ദിവസം ഏണി കയറിയിട്ട് അവിടുന്ന് വീണ് ഉം. കൈക്ക് ഒരു ചെറിയ എല്ലിന് പൊട്ടലുമായിട്ടൊരു വിഷമത്തിൽ ഇരിക്കുക. പക്ഷെ ചുമന്ന ബുക്കിന്റെ കാര്യം എനിക്കറിയത്തില്ല. അടുത്ത വീട്ടിലെയാണ്. അന്വേഷിക്കുക യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിൽ പോയി അന്വേഷിക്കുക. കർത്താവിന്റെ വലിയ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കും കേട്ടോ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഈ സഹോദരങ്ങള് ഇതുപോലെ ഒരു പ്രവചനം വെളിപ്പെട്ടപ്പോഴേക്കും ആ കുടുംബത്തെ വിളിച്ചന്വേഷിച്ചപ്പോഴേക്കും അവരിങ്ങോട്ട് ചോദിച്ചു എങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ മനസ്സിലാക്കിയെന്ന്. അവരിങ്ങോട്ട് ചോദിച്ചൊരു സാക്ഷി നമ്മൾ കേട്ടായിരുന്നല്ലേ. ചോദിക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു വേഗത്തിൽ കൈയെടുത്ത് വെച്ച് സമയം നമുക്ക് മുന്നോട്ടൊത്തിരി പോയല്ലോ. കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ലോർഡ് ജീസസ്, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ ഇന്ന് ആ രോഗം വിട്ടു മാറും. എന്തുകൊണ്ടെന്നാൽ വചനം അയക്കാൻ വേണ്ടി പോണം. വചനം അയച്ച് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, കോസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങളത് റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇൻ ദ നെയിം റിപ്പോർട്ട് ചെയ്ത് വിടണം. എന്നാൽ അത് പോകത്തുള്ളൂ. ആ പേരുകൾ കാണുന്നവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, കോസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹോദരങ്ങൾ മുന്നോട്ട് വരാം. എനിക്ക് ഒറ്റയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കാണുന്നു. ടോംസ്ബർഗ് കേൾക്കുന്നുണ്ടോ?
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വരുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരോ ഈ നമ്പറുകൾ ഇടാതെ നിങ്ങൾ പേരുകൾ മെൻഷൻ ചെയ്യാൻ അതിൻ്റെ അത് വന്നിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ടോമസ് ബോറെ കേൾക്കുന്നുണ്ടോ? ടോമസ് ബോറെ കേൾക്കുന്നുണ്ട് ബ്രദറെ. റിമൂവ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. നോക്കുന്നുണ്ട്. അവരുടെ പേര് നോക്കിയാൽ മതി. നമ്മുടെ പേരുകളുമായിട്ട് സാമ്യമില്ലാത്ത പേരുകളാണ്. നിങ്ങളുടെ മുതൽ സ്വന്തം പേരിട്ടില്ലേലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് മലയാളത്തിലോ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള പേരുകളൊന്നിടുക. ഇതിൻ്റെ അകത്ത് ഏത് രാജ്യക്കാരാണോ ഇത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇംഗ്ലീഷുകാരെ പോലും ആഫ്രിക്കൻകാരെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വന്നത് അവരുടെ പേരുകൾ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഫോൺ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവെ, ഞാനിപ്പോൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ വിട്ടു മാറട്ടെ. ദുഷ്ടപിശാചിൻ്റെ പ്രവർത്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ലീഡർമാരായിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കോസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് കയറി വരാം. നെറ്റ്വർക്ക് ഇല്ല, നമ്മളൊക്കെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഇതൊരു ശുശ്രൂഷയായിട്ട് നിങ്ങളിത് കാണണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ ഇതിനെ റിമൂവ് ചെയ്യുവാനും താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. താങ്ക് യു. എല്ലാ രോഗികളും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ നന്മ നിറയട്ടെ, നന്മ നിറയട്ടെ, നന്മ നിറയട്ടെ. ഇന്ന് കൈവച്ച് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, തോമസ് പറയാ നമ്മുടെ പേരല്ലാത്ത ബാക്കി പേരുകളെല്ലാം റിമൂവ് ചെയ്തൊക്കെ നമ്മുടെ മലയാളി പേരുകളും അല്ലാതെ നോക്കിയിട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണൊക്കെയാണ്, ഫോണൊക്കെ നമ്മുടെ ആൾക്കാർ ഈ യോഹ കേസിന് കിടക്കുന്ന യോസ കേസിന് കിടക്കുന്ന എനിക്ക് തോന്നുന്നത് ആൾക്കാരായിരിക്കത്തില്ല. അതൊക്കെ ഈ പേരില്ലാത്ത എല്ലാം കളഞ്ഞേക്ക് കേട്ടോ. ഈ Y2K എന്നൊക്കെ വന്നേക്കുന്ന എല്ലാം റിമൂവ് ചെയ്തേക്ക്, എല്ലാം റിമൂവ് ചെയ്തേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പേരില്ലാത്ത ഷവോമിയോ അതൊക്കെ റിമൂവ് ചെയ്ത്, അങ്ങനെ കുറേ പേര് റിമൂവ് ചെയ്ത്. പേരില്ലാത്ത എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്വന്തം പേരിലെങ്കിലും ഈ മൊബൈലിൻ്റെ പേരിലായിട്ട് നമുക്കത് അറിയത്തില്ല. ഇത് ആരൊക്കെയാണ് കയറി ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാം റിമൂവ് ചെയ്തു, എല്ലാം റിമൂവ് ചെയ്തു. പേരില്ലാത്ത എല്ലാം റിമൂവ് ചെയ്തു.
ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പല പ്രാവശ്യം പറഞ്ഞു, പേരില്ലാത്ത എല്ലാം റിമൂവ് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഈ രോഗികളെല്ലാം പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. നമുക്കത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, പിശാച് ഇറങ്ങിപ്പോയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്ന രോഗികൾ കൈവച്ച് കർത്താവിൻ്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ തന്നെ രോഗശക്തികളുടെ മേൽ കൽപ്പിക്കുന്നപ്പ, ആ വേദനകൾ വിട്ടുമാറട്ടെ, പൈശാചിക നുഖങ്ങൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് റഷലഖമസിയാന്തിരി. അന്യഭാഷ വരലഭിച്ചവരെല്ലാം അന്യഭാഷയിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച ദുഷ്ട പിശാചുക്കളുടെ പിടിച്ചു കെട്ടുന്ന അഭിഷേകത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് റാൽഖ റാസിയാൻ ടെരിയ ഷബഹുഡ ദറഖിമ സെന്ററ മസിയാന്തിരി. പേരില്ലാത്തതെല്ലാം കളഞ്ഞേക്കും, പേരില്ലാത്തതെല്ലാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഹോളി സ്പിരിറ്റ്, ഈ ദിവസങ്ങളിൽ കോഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സഹോദരങ്ങൾ, അതൊരു ശുശ്രൂഷയാണ്, അതൊരു അനുഗ്രഹമാണ്. ആ രീതിയിൽ തന്നെ കയറി വരിക. ഞാൻ നിങ്ങളെ പിന്നെയും പിന്നെ നിർബന്ധിക്കുകയാണ്. കാര്യം ശുശ്രൂഷ, എല്ലാ കാര്യത്തിലും ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നെറ്റ്വർക്ക് ഉള്ളെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു കണക്ഷൻ എടുക്കുക, അതിനുള്ള വഴി ദൈവം തുറക്കും. അത് ഇച്ചിരി ചിലവ് നോക്കണ്ട, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം വഴി തുറന്നോളും. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, രോഗശക്തികളെ കൽപ്പിക്കുന്നു, രോഗത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾക്കായി നന്ദി. ആ രോഗമുള്ളവർ കൈവച്ചു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഈ കോഹോസ്റ്റ് ആകാൻ താല്പര്യമുള്ളവർ എൻ്റെ ശേഷം നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ കാണിക്കും, അതിൽ സഹോദരങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം. അവർ റെസ്പോണ്ട് ചെയ്യുന്നത് വരെ, അവർ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നവരെ നിങ്ങൾ അവർക്ക് വേണ്ടി മെസ്സേജ് അയക്കുക. അവർ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളെ കോഹോസ്റ്റ് ആക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് കോഹോസ്റ്റ് ചെയ്യുക. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. റോമക്കാസിയാൻ തിരികമൻ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടി ചുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് പറയാൻ ഞാൻ കാരണം. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഇപ്പോൾ നിങ്ങൾ എത്രയോ വിഷയങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് ഒരു ഡെലിവറൻസ് തരുന്ന സമയമാണ്. ആ സമയത്ത് ചില ആൾക്കാർ മ്യൂട്ട് മാറ്റി വർത്തമാനം പറയുന്നതും അതിലെതിലെ നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങളാണ് തടസ്സപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബ്രദറിനെ ദൈവം ഉപയോഗിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മാനുഷിക ബുദ്ധിയിൽ നമുക്കിതൊന്നും കാണത്തില്ല, പക്ഷേ ആത്മാവിൽ കർത്താവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങളുടെ വിഷയത്തിന് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തും. ചിലപ്പോൾ വ്യക്തിപരമായി സംസാരിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ആത്മാവിൻ്റെ ഫ്ലോ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് എന്നോട് ഇടപെടണം, ദൈവം എന്നോട് സംസാരിക്കണം. പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. അവർ ഓർക്കുന്നത് ദൈവം ഇങ്ങോട്ടും തരട്ടെ. അല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് ഇടപെടും. ഒറ്റ ആലോചന മതി നമ്മുടെ ജീവിതം ട്വിസ്റ്റ് മാറാൻ. ഒരു ദൈവിക ആലോചന മതി ലൈഫ് ചേഞ്ച് ആകാൻ. സീരിയസ് ആയിട്ട് നിങ്ങൾ കൃപാവര ശുശ്രൂഷകളെയും ഡെലിവറൻസ് ശുശ്രൂഷകളെയും ശ്രദ്ധിക്കുക. താങ്ക് യു ജീസസ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് വേദനയുള്ളവർ, രോഗമുള്ളവർ, പ്രാർത്ഥിച്ചവരോ ഒന്ന് ചെക്ക് ചെയ്തേ, വേഗത്തിൽ ചെക്ക് ചെയ്തേ. ജീസസ് ക്രൈസ്റ്റ്. സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ബ്രദറെ, സുമാ ജോസ് എന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്തു, കൂടിക്കൊണ്ടിരുന്നത് ആ പ്രയർ, അത് കട്ട് ചെയ്തു. ഇപ്പൊ കട്ട് ചെയ്തു. സുമാ ജോസ് ഫോൺ നമ്പർ അതെങ്ങനെയാന്ന് അറിയില്ല, ചേഞ്ച് ചെയ്ത് വന്നപ്പോ അത് കട്ട് ചെയ്തു. ആള് ഇപ്പൊ എന്നോട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നോട്. അതെന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിട്ടിട്ടുണ്ടായിരുന്നു. പേരിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെയാന്ന് അറിയില്ല. നമ്പർ അത് ഈ സമയത്ത് നമ്പർ മാറ്റണം. നമ്പർ മാറ്റുന്ന വെച്ചാൽ നിങ്ങൾ മൊബൈലിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും സൂമിൽ. അതിൽ പോയിട്ട് ഈ സ്വന്തം പേരിട്ടില്ലേലും കുഴപ്പമില്ല, നിർബന്ധം പറഞ്ഞു. ഇപ്പൊ പേര് വെളിപ്പെടുമ്പോൾ ആൾക്കാർ പറയും ബ്രദർ നോക്കി പറയുന്നതായിരിക്കും. അല്ല, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, കുഴപ്പമില്ല. ഇനി പേരിടുവോ ഇടാതിരിക്കുകയോ ഇഷ്ടം. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ നിങ്ങൾ നമ്പറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ടുള്ള ഫോൺ വീഡിയോസുകൾ ഇങ്ങനെ എടുത്തു പറയുന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഏത് രാജ്യക്കാരത്തിൽ കണ്ടപ്പം ആഫ്രിക്ക ഇംഗ്ലീഷും ഒക്കെ പോയി തോന്നി. അങ്ങനെയുള്ള പല രാജ്യത്തിരുന്നുകൊണ്ട് പല രീതിയിൽ ഇത് ഷെയർ ചെയ്യണം അവർ വീഡിയോസ് വന്നുകൊണ്ട്. അപ്പം നമുക്ക് ഈ പേരുകൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് ആരാ എന്നാ നമുക്കറിയത്തില്ല. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പിശാചിന് ഇരിക്കപ്പുറതിയില്ല, അവന് മനസ്സിലായി എവിടെയൊക്കെ കുത്തുകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ പേടിക്കാൻ വേണ്ടി പറയുമല്ല, പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ അകത്തെ ശക്തിയെ പുറത്തെടുക്കുക. അഭിഷേക നുഖങ്ങളെ ഒടിക്കും.
ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ഡെലിവറൻസ് ശുശ്രൂഷകൾ ഒരു വ്യക്തിയെ വിടിവിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷനുകളെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആത്മാവിൽ ഏക മനസ്സോടെ പ്രാർത്ഥനയോടെ നിൽക്കണം. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സാക്ഷ്യമില്ല എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലേ രാധ എന്ന് പറഞ്ഞില്ലേ, ആ രാധ, അതെ എന്റെ പേരപ്പന്റെ മോളാണ്, തൊട്ടടുത്താണ് വീട്. അത് ഞാൻ ബ്രദർ. ആമേൻ. കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റുന്ന സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് നിങ്ങൾ ഈ മാസം നടക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് മാർച്ച് മുതൽ ഏപ്രിൽ വരെ നമ്മുടെ പ്രാർത്ഥന ഉണ്ട്. അതിനുവേണ്ടി പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ദേശങ്ങളെ തൊടും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ദേശങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് ലൈവിൽ കാണുന്നവരെ, യൂട്യൂബിൽ